ഹലോ, അസ്സലാമു അലൈക്കും. സമയം 12:45. എന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ. വെറുതെ വന്നതാണ്. ഇച്ചാപ്പു AP ഹായ്, സുഹൈൽ കുന്നംപറമ്പിൽ കാണുന്നുണ്ട്, നജീബ് ഷാഹുൽ ഹായ്, ഷംനാദ് ചുള്ളിമാനോ നോവിൻ്റെ കൂട്ടുകാരൻ, അതുപോലെ തന്നെ ഈ ARN അസ്മൽ പേരാണല്ലേ, മുത്തു ചെറുപ്പല്ലൂർ, അതുപോലെ തന്നെ ജസീർ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, മൻസൂർ പാറക്കുളം, മൊയ്തീൻ വലൈക്കും സലാം, അതുപോലെ തന്നെ ഇസ്മയിൽ ഓൺഷിയോ, ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ ഇന്നാണ് നാട്ടിലെത്തിയത്. ഇന്നലെ വരെ ഖത്തറിലായിരുന്നു. ഖത്തറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. പൂമോനുണ്ടോ ലൈവില്? പൂമോനെ, നിനക്കൊന്നും ഉറക്കൂല്ലേ? ഈ പണ്ടാരോ പറഞ്ഞ പോലെയാണ് പൂമോനെ. ഈ എള്ള് ഉണങ്ങണത് എണ്ണക്കാണ്, ഈ കുറിച്ചാത്തിന് എന്തിനാണെന്ന് ചോദിച്ച പോലെ പൂമോൻ എന്തിനാ ഉറങ്ങാതിരിക്കണമെന്നൊരു പിടുത്തില്ലല്ലോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പ്രവാസികളാണ്. കാരണം അവിടെ ഇപ്പോൾ ഒരു 11 മണി ആയിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഓക്കെയാണ്. ഫിറോസ് കയ എന്താണ് ഫുച്ചൈറ അല്ലേ, നൂറുദ്ദീൻ ഫുച്ചൈറ. അപ്പോൾ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ ഖത്തറിലായിരുന്നു. ഖത്തറിൽ 1-2 പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോയതാണ്. ഒരു 3-4 ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ആയിട്ടാണ് പോയത്. ഞാനത് ലൈവിലൊന്നും ഇനി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ്ട, അതൊക്കെ പേഴ്സണലായിട്ട് പോവാം, കാണാൻ, സംസാരിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ ഇന്നലെ ഖത്തറിൽ വന്നത്. വേറൊന്നുമല്ല, ഒരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ വന്നത്. ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി കുറച്ച് ഫണ്ട് പല ആളുകളുമായി സംസാരിച്ച് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആളുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പള്ളി ആർക്കാണോ അതിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പോയി അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഖത്തറിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഖത്തറിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ പോക്കും അതിൻ്റെ തിരിച്ചുവരവും അത് മനസ്സിനെ വല്ലാതെ ശരിക്കും പറഞ്ഞാൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു വല്ലാത്തൊരു വരവ് തന്നെയായിരുന്നു. ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ, അവരുടെ ഒരു സ്നേഹം, അവരുടെ ഒരു പരിഗണന, ശരിക്കും പറഞ്ഞാൽ അവരെ വിട്ടുവരാനുള്ള കുറഞ്ഞ ദിവസങ്ങളാണെങ്കിലും അവരെ വിട്ടുവരാൻ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി. പ്രിയപ്പെട്ട നവാസ്ക, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ മറവി കൊണ്ടുള്ളൊരു അപ്പോൾ നമ്മുടെ നവാസ്ക ഉണ്ടായിരുന്നു. നവാസ്കാൻ്റെ റൂമിലാണ് ഞാൻ താമസിച്ചത്. ഞാനും സലീം കോടത്തൂരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഷാഫീക്ക ഉണ്ടായിരുന്നു, ഷാഫി കൊല്ലം. മൂപ്പര് ഇന്നലെയാണ് എത്തിയത്. പക്ഷേ ഞാനും ഷാഫിക്കും കുറച്ച് നേരെ ഒന്നിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വരുന്ന ദിവസമാണ് ആള് ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ നിസാമിൻ്റെ തമാശകളൊന്നും പറയണ്ട, സഫ്വാൻ, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഞാനിങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോകും. മുനീഫും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക, അസ്സലാമു അലൈക്കും. ഖത്തറിൽ വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ഖത്തറിൽ പാവങ്ങളുടെ സുൽത്താൻ, വെൽക്കം ടു ബഹ്റൈൻ. ബഹ്റൈനിലേക്ക് ഞാൻ വരുന്നുണ്ട്. ബഹ്റൈനിൽ 28-ാം തീയതിയാണ് ബഹ്റൈനിലെ പരിപാടി. ഒറ്റ ദിവസമേ ഞാൻ അവിടെ ഉള്ളൂ. കാരണം ബഹ്റൈനിലെ പരിപാടി കഴിഞ്ഞതും പിന്നെ തൊട്ടപ്പുറത്ത്, ആ സ്ഥലത്തിൻ്റെ പേരെന്താ, ബഹ്റൈൻ, പിന്നെ വേറൊരു രാജ്യത്താണ് അടുത്ത പരിപാടി. അങ്ങനെ 2 ദിവസം 2 ഭാഗങ്ങളിലായി പരിപാടി കഴിഞ്ഞാൽ വീണ്ടും നാട്ടിലേക്ക് തന്നെ വരും. 30-ാം തീയതി എനിക്കിവിടെ വരവൂരിലെ മക്കാമിൽ അവിടുത്തെ പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. മക്കാമിൻ്റെ പരിപാടിയിൽ നൗഷാദ് ബാക്കിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഏകദേശം ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന മക്കാമിലെ ഉറൂസിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ ഒരു അംഗമായിട്ട്, ഒരു അതിഥിയായിട്ട് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പുണ്യം തന്നെയാണ്. നമ്മളൊക്കെ ദൂരെ നിന്നും നോക്കിക്കണ്ട അത്തരം സ്ഥലത്തേക്കൊക്കെ ഒരു അതിഥിയായിട്ട് എത്താൻ പറ്റുക. അപ്പോൾ 30-ാം തീയതി ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്. നമ്മുടെ വരവൂർ മക്കാമിൽ ഞാനുണ്ട്. അതുപോലെ തന്നെ ഫിറോസ്ക, ഞങ്ങൾ ഒരുപാട് തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. എൻ്റെ ഫോണിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ചാൽ കിട്ടും. കാരണം ഞാനിവിടെ ഇല്ലെങ്കിലും
ആ ഫോൺ ഓണായിട്ട് തന്നെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഷാജഹാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഷാജഹാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യും. എൻ്റെ പഴയ നമ്പർ ഉണ്ടല്ലോ 9847855885, അത് ആ നമ്പർ എപ്പോഴും ഇനി ഓണായിരിക്കും. നിങ്ങൾക്കെല്ലാം ആ നമ്പറിൽ ബന്ധപ്പെടുക. അത് എൻ്റെ സ്വന്തം നമ്പറാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ വിളിക്കുക, അതിൽ സംസാരിക്കുക. ആ നമ്പർ ഇനി ഫുൾ ടൈം ഓണായിരിക്കും. ഹാരിസ് ബാബു മുഹമ്മദ്, ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറയാറില്ല. അത് എന്താ പറയുക, ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാൻ പോലും ഇല്ല. നിങ്ങൾക്ക് എന്നെ അറിയാലോ ഹാരിസ് കാ. പിന്നെ വെറുതെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല. അതൊക്കെ പലരും പല എന്താ പറയുക അജണ്ടകളുമായിട്ട് വരുന്ന ആളുകളാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കൊച്ചിക്ക് മറ്റന്നാളെ ഞാൻ കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ 1-2 കേസുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരും. അതുപോലെ തന്നെ ഖത്തറിൽ വന്നപ്പോൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സമദുക്ക, ഈ സമദുക്കാനൊക്കെ വിട്ട് പിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ടായിരുന്നു. മുനീഫും സമദുക്കയും അതുപോലെ തന്നെ നവാസ്കിയും ഒക്കെ ആയിട്ട്, നമ്മുടെ സഫ്വാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഒരു 3-4 ദിവസം. എന്താണെങ്കിലും അടുത്ത മാസം 17, 18, 19 16, 17, 18 ഞാൻ ഖത്തറിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും ഒന്നുകൂടി അവിടെ നിന്ന് കാണണം. പിന്നെ അസ്സലാമു അലൈക്കും. ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. തിരിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ. അളിയൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി തുടങ്ങിയിട്ടുണ്ട്. അളിയൻ എഴുന്നേറ്റിരുന്നു. അതുപോലെ കൈകാലുകളൊക്കെ അനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. ശിഹാബ്ദങ്ങളെക്കാളും ബിസി, അതായത് നമ്മുടെ ബിസി എന്ന് പറയുന്നത് പടച്ചോൻ്റെ തീരുമാനമാണ്. അത് എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം, അത് എന്നെ ഏൽപ്പിച്ചിടത്തോളം കാലം അതുമായിട്ട് മുന്നോട്ട് പോവുക. തിരിച്ചെടുക്കുമ്പോൾ ബിസിയൊക്കെ തീരും. ഇവിടെ പഴയതുപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ. ഒന്നും ശാശ്വതമല്ലല്ലോ, ഒക്കെ പടച്ചോൻ തരണല്ലേ. മുപ്പൊരു സമയത്ത് തരും, അത് കഴിയുമ്പോൾ തിരിച്ചെടുക്കും. തരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുക, തിരിച്ചെടുക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് പോവുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ബിസി എന്ന് പറയണത് അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ ദോഹയിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല, നേരിലെത്തും. ഓക്കെ, അളിയന് സുഖമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ കുവൈത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിന് നമ്മളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അളിയൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഏകദേശം അളിയൻ്റെ അക്കൗണ്ടിൽ 12,60,000 രൂപ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇന്ന് ഉച്ചവരെ നോക്കിയപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാഴ്ച മുന്നേ, എനിക്ക് തോന്നുന്നു 18-ാം തീയതി ആണെന്ന് തോന്നുന്നു, നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഒരു ആ കുട്ടിക്ക് എന്താ പറയുക, ബ്രെയിനിൽ അണുബാധ ഏറ്റ ഒരു കുട്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 17 ലക്ഷം കഴിഞ്ഞു ആ അക്കൗണ്ടിൽ. അത് രണ്ടും അക്കൗണ്ടുമായിട്ട് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ആ എന്താ പറയുക, ആ ബ്രെയിനിൽ അണുബാധയേറ്റ ആ കുട്ടിക്കും, അതുപോലെ തന്നെ അളിയൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 15 ലക്ഷം രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യണം. പിന്നെ കുഞ്ഞാപ്പൂവിനെ കണ്ട പോലെ തോന്നിയില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിൽ ഞാൻ ഒരു 2 ഏക്കർ സ്ഥലം നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൽ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, ഒരു തരത്തിലും സ്വന്തം സ്ഥലം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, ഇപ്പോൾ വാടക വീട്ടുകളിൽ താമസിക്കുന്ന ആളുകൾ, വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഇനി ഒരിക്കലും ഒരു പക്ഷേ ഒരു വീട്, സ്വന്തമായിട്ടൊരു സ്ഥലം എന്നതൊക്കെ സ്വപ്നം കാണാൻ പോലും സ്വപ്നം മാത്രമായി തീരുന്ന ആളുകളെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു 4 സെന്റ് സ്ഥലം വീതം വീതിച്ചു നൽകണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ആ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ ബുദ്ധിമുട്ടോടുകൂടി സ്വന്തമായി വീടില്ലാത്ത ആളുകളെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് 4 സെന്റ് സ്ഥലം വീതം നമ്മളതിൽ വീതിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയാണ് ആ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. നല്ല സ്ഥലമാണ്, ഈ പുഴൻ്റെയൊക്കെ സൈഡിലായിട്ടാണ്. അപ്പോൾ കുറച്ച് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ആലത്തൂർ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. ആറാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. എന്താണെങ്കിലും എല്ലാവർക്കും 4 സെന്റ് വീതം വെച്ച് വീതിച്ച് നൽകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-50 കുടുംബങ്ങൾക്ക്
നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് യോഗം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇതുപോലെ തന്നെ നമ്മളുണ്ടെങ്കിൽ, നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ വീടും ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തണം. അങ്ങനെ ഒരു 50 കുടുംബത്തെയെങ്കിലും നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യം. കാരണം വീടില്ലാത്തവൻ്റെ വേദന, വീടില്ലാത്തവൻ്റെ വിഷമം അത് അനുഭവിച്ചു വന്ന ഒരാളാണ് ഞാൻ. ഇന്ന് എനിക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടി. എൻ്റെ വീട് ബക്കാല കൂട്ടായ്മയും അതുപോലെ തന്നെ കുഞ്ഞാപ്പവും അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളുണ്ട് എൻ്റെ. പക്ഷേ നമുക്കിടയിൽ അതിന് പോലും കഴിയാതെ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട്. അത്തരം ആളുകളെ ഞാനും അങ്ങോട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ. എന്താണെങ്കിലും 50ഓളം കുടുംബങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം വീതം നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നല്ല സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പഞ്ചായത്തു നിന്നൊക്കെ വീട്ടിന് എഴുതി കൊടുത്താൽ 4 ലക്ഷം വീതം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ വീട് കെട്ടി താമസിക്കാം. സ്ഥലം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് കൂടുതൽ ആളുകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അത് കൊടുത്താൽ അങ്ങനെ താമസിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കഴിയുന്ന ഭാഗങ്ങളിലൊക്കെ ഇത്തരം ആളുകൾക്ക് വീടും സ്ഥലവും വാങ്ങിച്ചു കൊടുക്കാനുള്ള പരിപാടി നമുക്ക് ചെയ്യണം. മസ്കറ്റിലേക്ക് ഞാൻ അടുത്തേക്കൊന്നുമില്ല, അവിടെ അങ്ങനെ പ്രോഗ്രാമുകളൊന്നും ആയിട്ടില്ല. മുൻസി സുഖമായിരിക്കണം. അതുപോലെ തന്നെ സിയ പോളിൻ അസ്സലാം വലൈക്കും. ഞാൻ ആ മെസ്സേജ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവാസ് എന്താണ് കുഞ്ഞാലിപ്പറമ്പിലോ ഞാൻ വിളിച്ചിരുന്നു, എടുത്തില്ല. അള്ളാഹു വയറും പുറത്ത് നൽകട്ടെ, ആമീൻ. ഞാൻ ഇന്ന് നല്ല തിരക്കായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ 10:00-ക്കാണ് ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത്. 10:00-ക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീടെത്തുമ്പോൾ ഏകദേശം 12:30-ആയി. വീട്ടിൽ ചെന്നു, വേഗം കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ നേരെ നിലമ്പൂർ, ആ ഭാഗത്താണെന്ന് പരിപാടികൾ. നിലമ്പൂർ പോയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ വന്ന് കയറിയുള്ളൂ. അപ്പോൾ കുറേ ദിവസമായല്ലോ ലൈവിൽ വന്നിട്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും നിങ്ങളോടൊക്കെ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയിട്ടാണ് വന്നത്. ഇതിൽ മനസ്സിൽ തട്ടിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഖത്തറിൽ ഒരാളെ എന്നെ കാണണം, അദ്ദേഹത്തിൻ്റെ മോൾക്ക് കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മോളെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ സഫാൻ പറയുന്നുണ്ട്, ആ കുട്ടി ഒരു കുടുക്കയിൽ ദിവസവും കിട്ടുന്ന ചില്ലറ പൈസകളൊക്കെ അതിനകത്തേക്ക് ഇട്ട് വെക്കലുണ്ട്. ആ ഇട്ട് വെക്കുന്ന പൈസ മുഴുവൻ ഫിറോസിനെ ഏൽപ്പിക്കാനാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും തോന്നി അതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. കാരണം ആ കുട്ടിയെ കാണണം എന്നും പറഞ്ഞ് ഞാൻ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 വയസ്സുള്ള ഒരു മോളാണ്. 5 വയസ്സുള്ള ആ ഒരു മോള് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു മനസ്സ്. ആ കുട്ടിക്ക് വാപ്പ കൊടുക്കുന്ന ചില്ലറ പൈസകളൊക്കെ ഒരു കുടുക്കയിൽ ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പം തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരെ സംസാരിച്ചു. കുട്ടിയെ കണ്ട കുട്ടിയുടെ കയ്യിൽ നിന്ന് കുടുക്ക വാങ്ങിക്കുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് കൊടുക്കുന്ന ആളെയും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഈ മംഗലം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കിഡ്നിയുടെ ഒരു പ്രോബ്ലംസ് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയൊരു ഓപ്പറേഷൻ വേണം. അതിൻ്റെ 37,000 രൂപ എന്തോ ആണ് പറഞ്ഞു തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ പൈസ തരാമെന്ന്. ആ കുടുക്കയിൽ അത്രയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൈസയും കൂടി ചേർത്തിട്ട് അത് കൊടുക്കും. എന്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു മാതൃകയാണ്. 5 വയസ്സുകാരിയായ മോള് ആ മോള് ആ കുടുക്കയിൽ ഇതുപോലെ ചില്ലറ പൈസകളൊക്കെ ഇട്ട് വെച്ചിട്ട് എന്നിട്ട് ആ കുട്ടി നമുക്ക് അത് തരികയാണ്, ഇത് മറ്റുള്ള രോഗികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ആ കുഞ്ഞു മനസ്സിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നാളെ രാവിലെ അത് കൊടുക്കേണ്ട കുട്ടിയുടെ അടുത്തേക്ക് ഞാൻ പോവും. അതൊരു ലൈവിൽ വന്ന് അത് കൊടുക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കും. എന്താണെങ്കിലും അതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നാളെയും മറ്റന്നാളും നാട്ടിലുണ്ട്. മറ്റന്നാൾ കൊച്ചിയിലാണ്. നാളെ നാട്ടിൽ ഉള്ള കേസുകളൊക്കെ ഇവിടെ നമ്മുടെ ലോക്കലിലുള്ള ആ പ്രശ്നങ്ങളുടെ കൂടെയൊക്കെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം 100ഓളം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലാണ്. അതിൻ്റെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കൂടുതലായിട്ട് രോഗികളായിട്ടുള്ള എന്താ പറയുക വാപ്പമാരുള്ള അച്ഛന്മാരുള്ള കുടുംബങ്ങളാണ്. അത്തരം കുടുംബങ്ങൾക്ക് ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്തരം കുടുംബങ്ങളെ കണ്ടെത്തി ആ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും നമ്മളാൽ കഴിയുന്ന രീതിയിലേക്ക് അരിയും സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 100 കുടുംബങ്ങളെ ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം 50ഓളം കുടുംബങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം അത്രയ്ക്കും അർഹതപ്പെട്ടവരെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നമ്മളിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പോൾ എന്താണെങ്കിലും നാളെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ മറ്റൊരു ലൈവ് ഇതിൻ്റെ പുറകെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ മാസവും ഈ നിർധനരായ കുടുംബങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുറച്ച് സമയം നന്നായിട്ട് ഒന്ന് ഉറങ്ങിക്കോളൂ നിസാർ യു സിറ്റി. അതെന്തായാലും ചെയ്യണം. നന്നായിട്ട് ഉറക്കമൊക്കെ ഉണ്ട്, ഉറങ്ങണം. ഉറക്കമൊക്കെ വരുന്നുണ്ട് എനിക്ക്. പിന്നെ ഇക്കയെ കാണണം എന്ന് ഒരു മോഹമുണ്ടായിരുന്നു. അത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കരിമ്പയിൽ വെച്ചൊക്കെ. ഫിറോസിന് മോളുറങ്ങി. മോൾക്ക് 27-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓള് ഖത്തറിലുണ്ടാകുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ 27-ാം തീയതിയാണെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ചെറിയൊരു കുഞ്ഞ് കമ്മലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓള് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, കാരണം ഓള് സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ. അപ്പോൾ ഞാൻ നിലമ്പൂർക്കും പോയി. ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവൾ ഉറങ്ങുകയും ചെയ്യണം. ഇനി രാവിലത്തെ സ്ഥിതി എന്താണെന്നറിയില്ല, അത് കൊടുക്കണം. പിന്നെ അതുമാത്രമല്ല, അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഇങ്ങനെ ലൈവിൽ ഈ വീഡിയോ കോളിൽ ഞാനും മോളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീക്ക് ഉണ്ടായിരുന്നു. അലീക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖത്തറിലുള്ള ഈ ഫ്രൂട്ട്സ് മാർക്കറ്റിലൊക്കെ ഉള്ള ഒരു അലീക്കയുണ്ട്. ഭയങ്കര ആക്റ്റീവാണ്. പ്രായത്തേക്കാളും എന്താ പറയുക, പ്രായത്തിൽ കവിഞ്ഞ ആക്റ്റീവാണ്. ചെറിയ ഒരു 24 വയസ്സുകാരൻ്റെ ചുറുചുറുപ്പോട് കൂടി എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട അലീക്ക അങ്ങനെ എൻ്റെ ആ വീഡിയോ കോൾ കണ്ട്. അപ്പോൾ മോള് വീഡിയോ കോളിൽ കൂടെ പറഞ്ഞ് എനിക്കൊരു സൈക്കിൾ വേണമെന്ന്. ഈ അലീക്ക അതിലങ്ങോട്ട് പിടിച്ചു. ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മൂപ്പരൊരു സൈക്കിൾ വാങ്ങിക്കാനുള്ള ഒരു ക്യാഷ് വന്നിട്ടായിരുന്നു, അതായത് ഖത്തറിലെ 500 റുപ്യ. അപ്പോൾ ഇന്നൊരു സൈക്കിൾ വാങ്ങിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ വെച്ചിട്ട്, ആ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റോട്ടിലേക്ക് കയറുമ്പോൾ ഒരു സ്പോർട്സിൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ പോയിട്ടൊരു സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ട് അത് വണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വീൽ അഴിച്ചിട്ടാണ് ഉള്ളിൽ കയറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇറക്കി അത് ഫിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. രാവിലെ അതും ഫിറ്റ് ചെയ്യണം. അവൾക്കുള്ള പിറന്നാൾക്കുള്ളൊരു ഗിഫ്റ്റായിട്ട് അവൾ ചോദിച്ച സൈക്കിൾ തന്നെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എത്ര കാലം നമുക്കങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ കണക്കാക്കി ആ സൈക്കിൾ കടയിൽ നിൽക്കുമ്പോൾ ഈ ഒരു വർഷമെങ്കിലും ഒരു വർഷം എത്രയാണോ നമ്മുടെ മക്കൾക്ക് നമ്മളെ കൊണ്ട് സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നത് അത്രയും സന്തോഷം കൊടുക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം തരുന്നത് നമ്മുടെ നാഥനാണ്. തരുന്നതും തിരിച്ചെടുക്കുന്നതും നാഥനാണ്. അപ്പോൾ ഒന്നും ശാശ്വതമല്ല. ഒക്കെ ഏത് സമയത്തും വരും, ഏത് സമയത്തും പോകും. ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട്. മോളുടെ ബർത്ത്ഡേ ആണ് 27-ാം തീയതി. എല്ലാവരും അവളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അത് ഞാൻ 27-ാം തീയതി പ്രത്യേകിച്ച് ഞാൻ പറയും, അല്ലെങ്കിൽ 26-ന് രാത്രി ഞാൻ വന്നിട്ട് നിങ്ങളോടൊക്കെ ആവശ്യപ്പെടും. അല്ലേ? കാരണം മക്കൾക്ക് വാപ്പാനെ കാണാനേ കിട്ടലില്ല. രാവിലെ പോയി അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം കണ്ടാൽ കണ്ടു. പക്ഷേ ആ മക്കളുടെ ആഗ്രഹമെങ്കിലും നമ്മൾ സാധിച്ചു കൊടുക്കട്ടെ. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, സൈക്കിള്, ബർത്ത്ഡേക്ക് ഡ്രസ്സ്, ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ നമ്മളല്ലേ? ഒരു പ്രവാസിയെ പോലെ തന്നെയാണ് എൻ്റെയും ജീവിതം. വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തന്നെ നിങ്ങളെപ്പോലെ തന്നെയാണ്. ഒരു പോക്ക് ഒരു വരവ്, ഒരു പോക്ക് ഒരു വരവ്. ഇതൊക്കെ ചെയ്താലും കേൾക്കുന്നത് പറയും. അങ്ങനെയൊക്കെയാണ്. എന്നാലും നമ്മൾ തളരില്ല. നിങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം ഞാൻ ആക്റ്റീവായിട്ട് നിങ്ങളുടെ കൂടെയൊക്കെ തന്നെ ഉണ്ട്. എന്താണെങ്കിൽ ഞാൻ ദിലീപ് രാജൻ, കൊല്ലം ജില്ലയിൽ വീട് എന്നാണ് കൊല്ലം ജില്ലയിലാണ് വീട് എന്നാണ് കൊല്ലത്ത് വരുന്നതെന്ന് കാണുന്നത്. ഞാൻ കൊല്ലത്ത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ അറിയിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങുന്ന സാഹചര്യമാണ്. ഫാദർ ഇല്ല, അമ്മയുടെ വയറ്റിലും. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് നിങ്ങളോട് പറയാണ്. നേരത്തെയൊക്കെ നമ്മൾ ഓരോ കല്യാണത്തിൻ്റെ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കല്യാണത്തിൻ്റെ സ്വർണം കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതൊക്കെ ഞാൻ എന്നും എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം അന്നൊക്കെ നമ്മൾ പല ആളുകളിൽ നിന്നും പിരിച്ചെടുക്കുന്ന പൈസയാണ്. അപ്പോൾ കുറേ ആളുകൾ തരുന്ന പൈസ ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം നമ്മളത് കൊടുത്തു എന്നെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ പേഴ്സണലായിട്ടാണ്. പേഴ്സണലായിട്ടെന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് ബാലൻസ് വരുന്ന പൈസയും അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കല്യാണങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോൾ കയ്യിൽ പൈസ ഉണ്ട്, ഉള്ളത് എടുത്തു കൊടുക്കുമ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കാണിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത്. ഒരാഴ്ചയിൽ ചുരുങ്ങിയത് 2 കല്യാണമെങ്കിലും നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കല്യാണങ്ങൾ വരുമ്പോൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് പൊക്കാൻ കഴിയുന്നത്രയല്ലേ പൊക്കാൻ പറ്റുള്ളൂ. ഓവർലോഡായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വീണു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കേസുകൾ പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയൊന്നും എടുക്കാൻ കഴിയുന്നില്ല. ഒരു പരിധി ഉണ്ടല്ലോ എനിക്ക് പൊക്കാനുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ വിളിച്ചു, മാസങ്ങളോളം വിളിച്ചിട്ടും എനിക്ക് പോകാൻ പറ്റാത്ത കേസുകളുണ്ട്. അത് എന്താ പറയുക, അത് വരാൻ കഴിയാത്തത് കൊണ്ടാണ്. വേറൊന്നും വിചാരിക്കരുത്.
കേട്ടോ. അത് സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ചിലർക്ക് തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിലൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫണ്ട് ആവാത്ത സമയങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ പോസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് ആവുന്ന സമയങ്ങളിൽ 2-3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് യാത്ര. അതല്ലാതെ നമ്മൾ ഒരിക്കലും ഒന്നും മാറ്റിവെച്ച് യാത്ര ചെയ്യാറില്ല. ആവുന്നത്രയൊക്കെ നമ്മൾ എത്താൻ കഴിയുന്നിടത്തൊക്കെ എത്തുന്നുണ്ട്. നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ പോലും പറയുന്ന കേസുകളിലേക്ക് എനിക്ക് ഇടപെടാൻ സാധിക്കാറില്ല. അതൊന്നും നമ്മൾ വേണമെന്ന് വെച്ച് മാറ്റി നിർത്തുന്നതല്ല, സാഹചര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഫിറോസ് ഖാൻ്റെ പൊന്നുമോൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ മെസ്സഞ്ചറിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ നേരത്തും A to Z വിവരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. മകളുടെ സൈക്കിള് വരെ അതിന് ഞാനത് ഇനി എന്നൊക്കെ ഖത്തറിലേക്ക്. ഇതിലെന്താണെന്നറിയോ, നമ്മൾ ഈ ഞാനെല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. നമുക്കിപ്പോൾ ഒന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. തുടക്കം മുതൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള എൻ്റെ വീട് മുതൽ ഞാൻ അന്ന് എൻ്റെ ഏറ്റവും ഫസ്റ്റിലെ ലൈവ് എടുത്ത് നോക്കി ഞങ്ങൾക്കറിയാം. എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ അഡ്വാൻസ് കൊടുത്തിട്ട് ആ അഡ്വാൻസ് പൈസ പോവും എന്നൊരു ഘട്ടം വന്നപ്പോൾ ഖത്തറിലുള്ള നവാസ്കിയാണ് ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് എനിക്ക് പൈസ തന്നാൾ. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ തറയിടാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നറിയാതായപ്പോൾ നമ്മുടെ നഹദി കുഴിമന്തിയും അതുപോലെ തന്നെ അഷറഫും കുഞ്ഞാപ്പൊക്കെ വന്ന് അവരുടെ സഹായത്തോടു കൂടി അതിന് തുടക്കം കുറിച്ച് അവരുടെ ബന്ധങ്ങൾ വെച്ച് അവർ പല ആളുകളോട് സംസാരിച്ച് നമ്മുടെ നഹദി അഷറഫിൻ്റെ അവിടെ വേറൊരു കുഞ്ഞാപ്പൊക്കെ ഉണ്ട് ദുബായിലുള്ളത്. നമുക്കൊരു 4 ലക്ഷം രൂപ ആദ്യം സ്പോൺസർ ചെയ്തു. പിന്നെ പല ആളുകളും കൂടി തന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ബക്കാല കൂട്ടായ്മ അത് ഏറ്റെടുത്ത് അവർ വലിയൊരു വീടാക്കി തരാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്ത് ഇപ്പോൾ അവരുടെ അണ്ടറിലാണ്. അവരാണ് വീടിൻ്റെ വർക്ക് ചെയ്യണത്. ബിലാൽ എൻ്റെ വീടിൻ്റെ പണിയെടുക്കുന്ന കോൺട്രാക്ടറായിട്ട് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ അത് പൈസ അവർ അയച്ചു കൊടുക്കും, ഇവനതിൻ്റെ പണി ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകണം. അപ്പോൾ നമ്മൾക്കിത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. എൻ്റെ കുറവുകളോ അല്ലെങ്കിൽ എൻ്റെ ഇതൊന്നും തുറന്നു പറയുന്നത് കൊണ്ട് എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോണത്? ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. കാരണം ഞാൻ പലപ്പോഴും പറയേണ്ടത്, ചുരുങ്ങിയ കാലത്തെ ഈ ഒരു ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പോകണം എന്നുള്ളതാണ്. തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. കാരണം എന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കാനും വൈരാഗ്യങ്ങൾ കൊണ്ടു നടക്കാനും പഴിചാരാനും ഉള്ള സമയമല്ല നമ്മുടെ മുന്നിലുള്ളത്. കുറഞ്ഞ കാലങ്ങൾ മാത്രമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി എന്താണോ അത് ആലോചിക്കുക. അല്ലാതെ മറ്റുള്ള രീതിയിലേക്കൊക്കെ ചിന്തിച്ചും പിടിച്ചും പോകുന്നതൊക്കെ പൊട്ടത്തരാണ്. അങ്ങനെ പോയി അവസാനം നമുക്ക് തോന്നും ഞാൻ അതായത് പാഴായി പോയല്ലോ ഇത്രയും സമയം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ സമയങ്ങളും പാഴാക്കാതെ നമുക്ക് മാക്സിമം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ നോക്കാം. നിങ്ങൾ എന്നെ കാണില്ലേ, വലിയ ടെൻഷനൊന്നുമില്ലല്ലോ. കിട്ടുന്ന സമയങ്ങളിലൊക്കെ പാട്ട് പാടി അല്ലേ, നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ വണ്ടിയിൽ മൈക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇരുന്ന് പാട്ട് പാടുക. അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ മാക്സിമം അങ്ങോട്ട് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും നമ്മൾ മുന്നോട്ട് പോകുക. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ വേറെന്താ, കരൾ മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന മനസ്സുകളുടെ സഹായം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ സുധീർ വമ്പൻ, അസ്സലാമു അലൈക്കും ഫിറോസ് ഖാ. എന്നൊരു കാലം നഷ്ടപ്പെട്ട് എനിക്ക് സ്വന്തമായൊരു വീടില്ല. നമുക്ക് ചെയ്യാം. എനിക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കൊരു പരിധി ഉണ്ടല്ലോ, എല്ലാം ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും താണ്ടിയാണ് നമ്മൾ ഈ ചാരിറ്റി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നാണ് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. താജുദ്ദീൻ ഉറങ്ങിയിട്ടില്ലടാ. തീർച്ചയായും തെറ്റിദ്ധാരണകൾ മാറ്റണം മറ്റുള്ളവർ. അതെ, നമ്മൾ ആരോടും കടിക്കാനോ കാറാനോ ഒന്നിനുമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവാം അല്ലേ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു നിങ്ങളെ 2 നക്ഷത്രങ്ങളെ എയർപോർട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കണ്ടിരുന്നില്ലേ? ഉറങ്ങുന്നില്ലേ? ആരോഗ്യം നോക്കണം. ഞാൻ ഉറങ്ങാൻ പോവാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങണം തന്നെ വിചാരിക്കണത്. കാരണം നാളെ പ്രത്യേകിച്ച് പരിപാടിയില്ല, നാട്ടിലെ പരിപാടിയാണ്. അപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. ഒരു 3-4 ദിവസത്തെ കുറച്ച് പെൻഡിങ് ഉറക്കമൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് ഉറങ്ങണം.
നിങ്ങളുടെ പരസ്യമായ രഹസ്യങ്ങൾ തന്നെ ഞങ്ങളുടെ വിജയം. അതെ, താങ്കളുടെ അളിയൻ്റെ പ്രശ്നം, അളിയൻ എഴുന്നേൽക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തലയിൽ ഇതായതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ പിടിച്ച് വലിക്കലൊക്കെയാണ്. അപ്പോൾ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിക്കുക. അപ്പോൾ മൂപ്പര് ഇപ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് 2-3 ആഴ്ച അവിടെ കിടത്തി ചികിത്സിക്കുക. അതിനുശേഷം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു 4-5 മാസം കൊണ്ടൊക്കെ അത് റിക്കവർ ചെയ്ത് വരും, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അവന് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് 2-3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചൊരു വീടുണ്ടാക്കി കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഏറ്റെടുക്കുന്നതിലൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. പിന്നെ ഫിറോസ് ഭായ്, എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, പ്ലീസ് ജസ്റ്റ് വിഷ് യു. നവാസ് ഖാൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഇതിലൊരു നവാസ് ഉണ്ട്, നമ്മുടെ ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നവാസ് എന്താ സ്ഥലത്തിൻ്റെ പേര്, നവായിക്കുളന്നോ അങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലെങ്കിലും നവാസ് ഖാൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. ദീർഘായുസ്സോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ആ കുട്ടി എന്താ പറയുക, അങ്ങനെ സന്തോഷത്തോടുകൂടി നമുക്കിടയിൽ ആ കുട്ടി ഉണ്ടാവട്ടെ. അല്ലേ, നമ്മുടെയൊക്കെ എൻ്റെ മോളുടെയും ബർത്ത്ഡേ ആണ് മറ്റന്നാളെ. നിങ്ങളും വിഷ് ചെയ്തോളി. വിഷ് ചെയ്യല്ല, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമായി ഞാൻ പറയുന്നു, പ്ലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കേസ് പോയി. തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ കേസുണ്ട്. പക്ഷേ അവിടെ ഉണ്ടല്ലോ ചെയ്യുന്ന ആളുകളൊക്കെ. ഇപ്പോൾ ഒരുപാട് പ്രവർത്തകരുണ്ട് ഈ ഫീൽഡിൽ, ഒരുപാട് ആളുകളുണ്ട് ചാരിറ്റി മേഖലയിൽ. ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ഒന്ന് ബന്ധപ്പെടുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും സഹകരിച്ച് എല്ലാവരെയും പ്രശ്നങ്ങൾ തീർക്കല്ലേ. ഒരുപാട് പേരുണ്ട്, അവരവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടേ ചെയ്യട്ടെ അല്ലേ. അതേക്ക ഉറങ്ങിയത് അപ്പോഴാണ് ലൈവ് നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ ഇക്കൊക്കെ അറിയാലോ, ഉറക്കം അങ്ങ് മാറ്റിവെച്ചു. അപ്പോൾ താജു, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫിറോസ്ക്ക് ഉറങ്ങിക്കോ, ആരോഗ്യം കളയണ്ട, മുന്നിൽ നിന്ന് പ്രവർത്തനം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എനിക്കെന്നും പറയാനുള്ള അതാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹവുമാണ്. പുറത്ത് ഗേറ്റിൻ്റെ അടുത്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹമൊക്കെയാണ് എന്നെ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ആരാണ് ആരാണ് അലൈഹിസ്സലാം. പാതിരാത്രിയിൽ അലൈഹിസ്സലാം. എന്താണ് ഈ നേരത്ത് വന്നിരിക്കണേ? എന്താ പ്രശ്നം? നമ്മള് വാടക വീട്ടിലാണ് കിടക്കുന്നത്. 20,000 രൂപ അഡ്വാൻസ് 1,500 രൂപ വാടക കിടക്കണം. നിർത്തിയില്ല. അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ എറണാകുളത്ത് എവിടെ വീട് നിങ്ങളുടെ? പൈപ്പിന്റെ സാധുക്കാനെ പോയി കണ്ടായിരുന്നു. അപ്പൊ സാധുക്ക പറഞ്ഞ് ഫിറോസ്ക്ക് ഇന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രാത്രി അല്ല, ഞാൻ അതിനിപ്പോ ഈ നേരത്തെ നിങ്ങൾ വന്നിരിക്കണം. നിങ്ങൾക്ക് രാവിലെ വരായിരുന്നില്ലേ? അല്ല, ഫിറോസ്ക്ക് രാവിലെ പോയി. നിങ്ങൾ എങ്ങനെയാ വന്നത്? ബസ്സിനാ വന്നത്, KSRTC. ഞാൻ എങ്ങനെ തിരിച്ചു പോവാ? അത് ഇവിടുന്ന് റോട്ടിലോട്ട് ഇറങ്ങി. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ഇരിക്കുന്ന നീ കിടന്നോ, ഞാൻ നോക്കാം. നിങ്ങൾ ഇങ്ങോട്ടിരിക്കും. ഞാനിങ്ങനെ ഒരു ലൈവ് ഇട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇരിക്കും, ഇവിടെ ഇരിക്കും. കണ്ടോ, ലൈവിലാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഫോണിൽ. അപ്പോഴാണ് നിങ്ങൾ വന്നത്. ഞാൻ തന്നെ പേടിച്ചു ഈ നേരത്ത് ആരാണ് ഗേറ്റിൻ്റെ അടുത്ത്. കാരണം ഇവിടെ അങ്ങനെ ഒരു ഒഴിഞ്ഞ പ്രദേശമാണല്ലോ. അബ്ദുൽ ഖലീല് പേടിച്ചു പോയിന്ന്. അല്ല, സത്യത്തിൽ ഞാനും പേടിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയലുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഭീഷണികളും അതല്ലെങ്കിൽ അങ്ങനെ പലതുണ്ട്. പല ആളുകളും പണങ്ങൾ കെട്ടിവെച്ചിട്ടാണ് പുറകെ നടക്കുന്നത്. ലക്ഷങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഫിറോസിനെ ഇല്ലാതാക്കണം,
അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങളാണ് ഓഫർ ചെയ്യുന്നത്, 5-10 ലക്ഷങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പേടി എന്ന് പറയുമ്പോൾ ആ പേടിയല്ല, ഈ വീട്ടിലൊക്കെ കയറി വരുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്തും വാതിലിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല, നമ്മുടെ ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ ഒരു പേടി മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയും. വീടില്ലേ? സ്വന്തമായിട്ട് വീടില്ലേ? സ്വന്തം വീടൊന്നുമില്ല. 2 മക്കളാണ് എനിക്ക്. പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന ആൾക്ക് 3 മക്കളും കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങൾക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോയാലും നിങ്ങളുടെ കുടുംബം നോക്കിക്കൂടെ? ജോലി ഒരു വണ്ടി ഉണ്ട്. പിന്നെന്താ പ്രശ്നം? വേറെ വണ്ടി വന്ന് ഇടിച്ചിട്ട് അത് വർഷം. ആണോ? എന്നാ പിന്നെ ഒരു പേടിയും വേണ്ടാന്ന്. ശരിക്കും ഇതിലെല്ലാവരും പേടിച്ച്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സമയം ഇപ്പോൾ 1 മണിയാണ്. ഈ 1 മണിക്ക് നിങ്ങൾ വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും അതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ്. കാരണം എനിക്ക് മനസ്സിലായി പൂമോനെ. ഞാൻ ഇവരുടെ കേസ് എന്തായാലും ഒന്ന് സംസാരിക്കട്ടെ. ഈ പാതിരാത്രിയിൽ വന്നതല്ലേ, എന്തായാലും നമുക്ക് ആവണത് നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ഞങ്ങളും കേൾക്കട്ടെ. നിങ്ങളുടെ പ്രശ്നം കേൾക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ കുറേ ആളുകൾ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ട അല്ലേ? വേണ്ടാന്ന്. ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാം. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ കേൾക്കാം. അപ്പോൾ അപ്പോൾ ഈ നേരത്ത് വന്നതുകൊണ്ട് അവരുടെ പ്രശ്നം അന്വേഷിച്ച് ചെയ്ത് കൊടുക്കുക. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സംസാരിച്ചിട്ട് ഞാനത് ഇതാക്കട്ടെ. എന്താണെങ്കിലും നമുക്കപ്പോൾ പിന്നെ കാണാം, നാളെ കാണാം കേട്ടോ. ഓക്കെ. എല്ലാവരോടും ശരിക്കും വേണ്ടി. അപ്പോൾ നമുക്ക് നാളെ സംസാരിക്കാം എല്ലാവരോടും. ഓക്കെ. നിങ്ങളുടെ മോളെൻ്റെ ജന്മദിനാശംസകൾ, അവരുടെ കാര്യം എന്താണെന്ന്. ഓക്കെ. ഓക്കെ എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.